കഴിഞ്ഞ ദിവസം കോട്ടയം കറുകച്ചാലിൽ നീതു എന്ന യുവതിയെ അൻഷാദ് എന്ന കാമുകൻ കാറിടിച്ച് കൊലപ്പെടുത്തിയിരുന്നു. നീതുവിനെ ചിതയിലേക്ക് എടുക്കാൻ സമ്മതിക്കാതെ വാവിട്ട് കരയുന്ന 2 പെൺകുട്ടികളുണ്ട്. അമ്മയെ കൊണ്ടുപോവല്ലേ, ഞങ്ങൾക്കിനി ആരാണുള്ളത് എന്ന് പറഞ്ഞ് വാവിട്ട് കരയുന്ന ആ കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കാൻ പോലും ആ കുടുംബത്തിലെ ഒരാൾക്ക് പോലും പറ്റുന്നില്ല. ആ കാഴ്ച കണ്ടുനിന്നവരെല്ലാം കണ്ണീര് തുടയ്ക്കുന്നത് കാണാം. 10ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 പെൺകുട്ടികൾ നീതുവിനുണ്ട്. പക്ഷേ അങ്ങനെ 2 കുട്ടികളുള്ള ചിന്ത നീതുവിനില്ലാതെ പോയി. അവിഹിതമാണ് എല്ലാത്തിനും കാരണം. നീതുവും നീതുവിന്റെ ഭർത്താവും കുട്ടികളും ഒരുമിച്ച് ജീവിക്കുന്ന സാഹചര്യത്തിലാണ് അൻഷാദ് എന്ന ഓട്ടോ ഡ്രൈവറെ നീതു പരിചയപ്പെടുന്നതും സൗഹൃദത്തിലാകുന്നതും. പിന്നീട് അതൊരു പ്രണയത്തിലേക്ക് വഴിമാറി. ഭർത്താവ് അറിയാതെ ആ ബന്ധം കുറച്ചുനാൾ കൊണ്ടു നടന്നു. പിന്നീട് ഇത് ഭർത്താവ് അറിഞ്ഞപ്പോൾ വീട്ടിൽ പ്രശ്നങ്ങളായി. ഇനി ഒരിക്കലും ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് കുട്ടികളെയും കൂട്ടി നീതു ആ വീട് വിട്ട് ഇറങ്ങുകയായിരുന്നു. ഭർത്താവുമായിട്ട് പിരിയാനുള്ള ഡിവോഴ്സ് പെറ്റീഷന്റെ ഭാഗമായി നടക്കുന്ന കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അൻഷാദിന്റെ വീട്ടിലും സമാനമായ പ്രശ്നങ്ങൾ നടക്കുന്നു. അൻഷാദിനും ഭാര്യയും കുട്ടികളുമൊക്കെ ഉള്ള ആളാണ്. നീതുവിനെ സ്വന്തമാക്കാൻ വേണ്ടി അൻഷാദ് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുകയും ഭാര്യയെ അവരുടെ വീട്ടിൽ കൊണ്ടാക്കുകയും ചെയ്തു. ഇരുവരും തമ്മിലുള്ള ഡിവോഴ്സിന്റെ കേസും ഇപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നീതുവിന് അൻഷാദ് മറ്റൊരു വാടക വീട് എടുത്തു കൊടുക്കുകയും ഇരുവരുടെയും ഡിവോഴ്സ് കഴിഞ്ഞാൽ ഉടനെ വിവാഹം കഴിക്കാമെന്ന ധാരണയിൽ പോകുകയുമായിരുന്നു. ഈയിടെയായി അൻഷാദിന് നീതുവിനോടുള്ള താല്പര്യം കുറയുകയും സാമ്പത്തികമായി ചില തർക്കങ്ങൾ നിലനിൽക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് അൻഷാദിന് മറ്റൊരു യുവതിയുമായി ബന്ധമുണ്ടെന്ന കാര്യം നീതു അറിയുന്നത്. അതിനെ തുടർന്ന് നിരന്തരം അവർക്കിടയിൽ പ്രശ്നങ്ങൾ തുടർന്നിരുന്നു. നീതുവിനെ എങ്ങനെയെങ്കിലും തന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന ചിന്തയാണ് നീതുവിനെ കൊല്ലാൻ അൻഷാദിനെ പ്രേരിപ്പിച്ചത്. യുവതിയെ കാറിടിച്ചു കൊലപ്പെടുത്തിയത് ആസൂത്രിതം തന്നെ. കാറിൽ അൻഷാദും അയാളുടെ സുഹൃത്തായ ഒരു ഓട്ടോ ഡ്രൈവറും ഉണ്ടായിരുന്നു. ഇരുവരുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. സൗഹൃദ ബന്ധത്തിലെ പാളിച്ചയും സാമ്പത്തിക തർക്കവുമാണ് നീതുവിനെ കൊലപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് അൻഷാദിനെ എത്തിച്ചത്. ചങ്ങനാശ്ശേരിയിലെ ടെക്സ്റ്റൈൽസ് ജീവനക്കാരിയായിരുന്നു നീതു. കറുകച്ചാലിൽ വാടക ക്വാർട്ടേഴ്സിൽ താമസിച്ചു വരികയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ അൻഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇരുവരും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും ഈ ബന്ധത്തിൽ വലിയൊരു വിള്ളലുണ്ടായി. അൻഷാദിന് മറ്റൊരു സ്ത്രീയോട് അടുത്ത ബന്ധമുണ്ടെന്ന് നീതു അറിഞ്ഞതോടുകൂടി വലിയൊരു പ്രശ്നം ആ വീട്ടിൽ ഉണ്ടാകുകയും സാമ്പത്തിക തർക്കങ്ങളടക്കം ഇവർക്കിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായി. അതിനെ തുടർന്ന് അൻഷാദ് നീതുവിനെ കൊലപ്പെടുത്തുവാനാണ് തീരുമാനിച്ചത്. ഇതിനുവേണ്ടി ഒരു ഇന്നോവ കാർ വാടകയ്ക്കെടുക്കുകയും റോഡരികിലൂടെ നടന്നു പോകുന്ന നീതുവിനെ ഇടിപ്പിച്ച് തെറിപ്പിക്കുകയുമാണ് ചെയ്തത്. ഇന്നോവ കാറിന്റെ അവശിഷ്ടങ്ങൾ യുവതി മരിച്ച സ്ഥലത്തു നിന്നും പോലീസ് കണ്ടെടുത്തു. ഇവർ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാറിന്റെ CCTV ദൃശ്യങ്ങളെല്ലാം പോലീസ് കണ്ടെടുത്തു കഴിഞ്ഞു. കാറിനുള്ളിൽ അൻഷാദിനെ കൂടാതെ മറ്റൊരു സുഹൃത്തിനെയും പോലീസ് കണ്ടെത്തി. ഇയാൾക്കും കൊലപാതകത്തിൽ പങ്കുണ്ടെന്നാണ് പോലീസ് വിശ്വസിക്കുന്നത്. നീതുവിന് 2 പെൺകുട്ടികളുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴാണ് സങ്കടം. നീതുവിന്റെ വരുമാനത്തിലാണ് ആ കുടുംബം മുന്നോട്ടു പോയത്. ഒരു അവിഹിതം കാരണം ഇല്ലാതായത് 2 പെൺകുട്ടികളുടെ അമ്മയെയാണ്.